ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്ന് അനധികൃത പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ പരിഗണിച്ച കേസുകളുടെ വിവരങ്ങൾ തേടിയിരിക്കുകയാണ്. അതെ, എങ്ങനെയാണ്? അപ്പൊ ബൽറാം നെടുങ്ങാടിയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ. നല്ല സമയോ ബെസ്റ്റ് ടൈം. ബൽറാം, ഗുഡ് മോർണിംഗ്. പറയൂ, ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? ഇദ്ദേഹം നേരത്തെ വാദിച്ച കേസുകളുടെ എല്ലാം വിവരങ്ങൾ തേടുകയാണോ? അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതികൾ ഉണ്ടോ എന്ന്? വെരി ഗുഡ് മോർണിംഗ് SKN GK സ്മിത. ഈ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മക്കെതിരായ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ അന്വേഷണം ഇന്ന് ആരംഭിക്കും. അതിനു മുമ്പായി തന്നെ ചില വിവരങ്ങൾ ഈ സമിതി തേടിയിട്ടുണ്ട്. അതിൽ ചില വിവരങ്ങൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറിയ വിവരങ്ങളാണ്. ഇതോടൊപ്പം തന്നെ യശ്വന്ത് വർമ്മ കഴിഞ്ഞ സമീപകാലത്ത് പരിഗണിച്ച കേസുകളുടെ വിവരങ്ങൾ കൂടി ഈ ആഭ്യന്തര അന്വേഷണ സമിതി തേടിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. കാരണം ഈ പണം കണ്ടെത്തിയ സംഭവത്തിന് പിന്നാലെ തന്നെ നിയമമേഖലയിൽ ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഈ പണത്തിന്റെ ഉറവിടവുമായി ബന്ധപ്പെട്ട, അത് ടെലികോമുമായി ബന്ധപ്പെട്ട ചില കേസുകൾ അദ്ദേഹം പരിഗണിച്ചിരുന്നു എന്നതടക്കമുള്ള അഭ്യൂഹങ്ങളാണ് പ്രചരിച്ചിരുന്നത്. ഇക്കാര്യങ്ങളുടെ വസ്തുത പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം സമീപകാലത്ത് പരിഗണിച്ചിരുന്ന കേസുകൾ, അതിന്റെ വിശദാംശങ്ങൾ, വിധി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ഈ ആഭ്യന്തര അന്വേഷണ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജീവനക്കാരുടെ നിന്നും മൊഴിയെടുക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവനക്കാർ, സുരക്ഷാ ജീവനക്കാർ അടക്കമുള്ളവരുടെ മൊഴിയായിരിക്കും രേഖപ്പെടുത്തുക. പ്രത്യേകിച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഒട്ടേറെ നിലനിൽക്കുകയാണ്. ഈ പണം കണ്ടെത്തിയ മുറി എന്നുള്ളത് തന്റെ വസതിയുടെ ഭാഗമല്ല, ഔട്ട് ഹൗസ് ആണ്, അത് തുറന്നു കിടക്കുന്ന മുറിയാണ്, സുരക്ഷാ ജീവനക്കാർ അടക്കം ഉപയോഗിക്കുന്നതാണ് എന്നാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ തന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ പോലീസിന്റെ റിപ്പോർട്ടിലാകട്ടെ ആ മുറി അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിജസ്ഥിതി അറിയുന്നതിനായി ഈ ഹോളി ദിവസം വൈകിട്ട് 11:30 ഈ തീപിടുത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ആ സമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആയി ഉണ്ടായിരുന്നത് സ്ഥിരം ജീവനക്കാരല്ല. ഹോളി ദിനമായതിനാൽ സ്ഥിരം സുരക്ഷാ ജീവനക്കാർ അവധിയിലും മറ്റ് 2 പേരായിരുന്നു ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ നിന്നും സ്ഥിരം സുരക്ഷാ ജീവനക്കാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിലെ ദുരൂഹതകൾ പൂർണ്ണമായും നീക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.